എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം, ഗവൺമെൻറ് ആശുപത്രികൾ വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നത് എനിക്ക് നിർബന്ധമാണ്. മന്ത്രി മുതൽ MLA വരെ കണക്കാണ്, മന്ത്രി കണക്കാണ്. ഒന്നാലോചിച്ച് മുണ്ടക്കൈ 7 ഡോക്ടർമാരുണ്ടായിരുന്നു. ഞാൻ തൂക്കുമ്പോൾ അറിയാമോ, 4 നില കെട്ടിടവും പണിത് പ്രസവ വാർഡ് എയർ കണ്ടീഷൻ ചെയ്ത് മുകളിലത്തെ ഒരു നിലയിൽ കൂടെ എയർ കണ്ടീഷൻ മുറി ഉണ്ടാക്കി പാവപ്പെട്ടൊരു AC-ക്കകത്തൊന്ന് കിടന്നോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. 7 ഡോക്ടർമാരെയും വെച്ചു കൊടുത്തു, നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ഉണ്ടായിരുന്നു. 2 മന്ത്രിമാരെ കൊണ്ടാണ് ഉദ്ഘാടിച്ചത്. ഇന്നത്തെ PWD മന്ത്രിയായിരുന്ന സുധാകരൻ, ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന സുധാകരൻ, അങ്ങേര് വന്ന അങ്ങേരെ കെട്ടമണിയും കാശ് തന്നു. പിന്നെ നമ്മുടെ ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി ഷൈനി ടീച്ചർ. ആ 2 പേരും കൂടെ വന്നാണ് ഉദ്ഘാടിച്ചത്. അവർ വലിയ അഭിമാനം പറഞ്ഞു, ഇത്രയും നേരം ആശുപത്രി കേരളത്തിൽ പടുത്തിട്ടില്ല ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ, ഇത് PC ഗവൺമെൻറ് ഞങ്ങൾ അഭിനന്ദിക്കുന്നു അവർ പറയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഗതി ഇപ്പോൾ കണ്ട പൂട്ടിക്കിടക്കുക മതിയോ? അത് പൂട്ടിക്കിടക്കുന്നത് മാത്രമല്ല, ഇങ്ങനെ വേറെ അതിനകത്ത് കളിപ്പീര് കൂടെ ഉണ്ട്. ഈയിടെ ഒരു മാസമല്ല, ഒരു 2 ആഴ്ച മുമ്പ് ഉണ്ടെങ്കിൽ ആശുപത്രി ഡോക്ടർമാരെ നിയമിച്ചു. വലിയ വാർത്ത. MLA അത്ര നല്ല ബുദ്ധി തോന്നിയില്ല ദൈവം തമ്പുരാനെന്ന് ഞാൻ അവിടെ ചെന്നു ഒന്ന് നോക്കട്ടെ. ചെന്നപ്പോൾ ഡോക്ടറില്ല. അപ്പോൾ കടക്കാരുടെ ചോദിച്ചിട്ട് ഡോക്ടറില്ലായിരുന്നു. 2 ദിവസം വന്നിച്ച് അവർ തിരിച്ചു പോയിരുന്നു. ഞാൻ ഒരു ഡോക്ടറെ നമ്പർ തരാമെന്ന് ഞാൻ ഈ നമ്പർ തന്നു. ഞാൻ വിളിച്ചു, എന്താ ഇത്? അപ്പോൾ പറഞ്ഞ് ഞങ്ങളെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ചതാണ്, MLA-യുടെ ഔദാര്യം അല്ലെന്ന് പറഞ്ഞു. NRHM അതാണ്. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ അല്ല. ഞങ്ങളവിടെ വന്നു 2 ദിവസം വന്നു, പഞ്ഞി പോലും ഇല്ല, നേഴ്സില്ല, മരുന്നില്ല. പിന്നെ ഞങ്ങളെന്തിനാ അവിടെ വരുന്നത്? അവിടെ ഞങ്ങൾ വരവ് നിർത്തിയെന്ന് പറഞ്ഞു. പൊടിക്കിടപ്പ് പ്രസ്താവന കൊടുക്കുമ്പോൾ അതെങ്കിലും ഒരു ശരിയാക്കട്ടെ. മുണ്ടക്കൈ ആശുപത്രി മാത്രമാണോ? പൂഞ്ഞാർ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട് ഇതുപോലെ ഹെൽത്ത് സെൻ്ററിൽ. അതിൻ്റെ ഗതി എന്താ? വല്ലപ്പോഴും ഡോക്ടർ വരുമ്പോൾ അത് തുറക്കും. ഒരു നല്ല മനുഷ്യനാണ് ഡോക്ടർ. മരുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ ചോദിച്ചു, മരുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആവശ്യത്തിന് മരുന്ന് സൗജന്യമായിട്ട് മേടിച്ചു കൊടുക്കാൻ അവളുടെ കാശ് എൻ്റെ കയ്യിലില്ല. എല്ലാം ചെയ്തേനെ എവിടെ നിന്ന് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി മുഴുവൻ പൂട്ടിക്കെട്ട് കിടക്കല്ലേ. MLA ഫണ്ടുണ്ടല്ലോ. നിങ്ങൾക്കറിയാമോ ഒരു MLA-ക്ക് എത്ര? ഇപ്പോൾ 1 കോടിയായിരുന്നു എൻ്റെ കാലത്ത്. 5 കോടി ആസ്തി, അങ്ങനെ 6 കോടി രൂപ ഉണ്ട് ഒരു വർഷം. ഇപ്പോൾ 1 കോടിയുടെ സ്ഥാനത്ത് 3 കോടിയാക്കി ഇപ്പോൾ ഓർഡറായിട്ടുണ്ട്. അപ്പോൾ 5 3 8 കോടിയുണ്ട്. ഈ കാശെല്ലാം എവിടെ പോയി പറയട്ടെ? ഏതായാലും 6 5 30 കോടിയുണ്ടല്ലോ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതെവിടെ പോയി? അതെന്ത് ചെയ്തു ജനങ്ങളോട് പറയണ്ടേ? അത് ഇവിടുത്തെ MLA മാത്രം പറഞ്ഞാൽ പോരാ. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, പാലായിലെ MLA-യും ഇപ്പം നിലവിലേക്ക് MLA-യും പറയേണ്ടി വരും. അത് കക്കരുത്, അത് മോശമാണ്. ഞാൻ കട്ടു എന്ന് പറഞ്ഞില്ല, കക്കരുതെന്നാ പറഞ്ഞു, കേട്ടോണം. കട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ പരിശോധിക്കും. ഇപ്പോഴേ പറഞ്ഞേക്കാം. പരിശോധിച്ച് കഴിയുമ്പോൾ ശരിയായ രീതിയിൽ അത് വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നിയമാനുസൃതം ജയിലിൽ കിടക്കേണ്ട ഗതി ഉണ്ടാവും. ആർക്കാണെങ്കിലും ഒരു സംശയം വേണ്ട. കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് കോൺട്രാക്ട് തട്ടിക്കൊണ്ട് വേണേൽ കോൺട്രാക്ട് കിടക്കണം. അതിന് ഒപ്പിട്ട് കൊടുത്ത് എഞ്ചിനിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഒരു സംശയം വേണ്ട. അത് മാത്രം ക്ഷമിക്കാൻ പറ്റില്ല. മറ്റുള്ളതൊക്കെ നമ്മൾ ക്ഷമിച്ചെന്നിരിക്കും.